വയനാട് പനമരം അമ്മാനിയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിന് പരുക്കേറ്റു. നെടുംകുന്നിയിൽ സത്യജ്യോതിക്കാണ് പരിക്കേറ്റത്. വയനാട് കമ്പളക്കാട് പള്ളിമുക്കിൽ വന്യജീവി ഇറങ്ങിയത് ആശങ്ക പടർത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് സംഭവം. മൈസൂരുവിൽ പരീക്ഷയുള്ളതിനാൽ പിതാവ് മോഹനൊപ്പം പുഞ്ചവയലിലേക്ക് ബസ് കയറാൻ പോവുകയായിരുന്നു. ഇതിനിടയിലാണ് കാട്ടാന ആക്രമിച്ചത്. പരിക്കേറ്റ സത്യജ്യോതിയെ ആദ്യം മാനന്തവാടി മെഡിക്കൽ കോളേജിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രദേശത്തെ ക്രാഷ് ഗാർഡ് ഫെൻസിംഗ് വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. കേളു MLA 2018 തന്നെ പാസ്സാക്കി തന്നൊരു 8 കോടി രൂപ മുടക്കി തന്നൊരു ക്രാഷ് ഗാർഡ് ഫെൻസിങ്ങിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ അത് കുറച്ച് കാലതാമസം വന്നുപോയി. അതിന് കരാറുകാരൻ്റെ അനാസ്ഥയാണ് ഇതിന് പ്രധാന കാരണം. ഈ നെല്ലിൻ്റെ സീസൺ ആയതുകൊണ്ട് ആന രാവിലെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ താൽക്കാലിക ഒരു പരിഹാരം എന്ന നിലയ്ക്ക് പ്രാദേശികമായിട്ട് 2 വാച്ചർമാരെയും കൂടെ അധികമായിട്ട് നിയമിക്കാം എന്നുള്ള ഒരു ഉറപ്പും കൂടെ DF തന്നിട്ടുണ്ട്. വയനാട് കമ്പളക്കാട് പള്ളിമുക്കിൽ വന്യജീവിയുടെ സാന്നിധ്യം ആശങ്ക പരത്തി. പുലിക്ക് സമാനമായ ജീവിയുടെ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇത് പൂച്ചപ്പുലിയാവാനാണ് സാധ്യതയെന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.